യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വചന വെളിച്ചത്തിൽ ചിന്തിക്കുന്നത് വിശ്വാസികളുടെ കഴുത്തറക്കുന്ന സംഹാരദൂതരായി കാണേണ്ട 10 പാപങ്ങളെക്കുറിച്ചാണ്. ഗൗരവമുള്ള കാര്യങ്ങൾ, വിശ്വാസികളുടെ കഴുത്തറക്കുന്ന സംഹാരദൂതരാണ് അവരെന്ന് മാർപ്പാപ്പയും അതുപോലെ തന്നെ മറ്റ് വചനഭാഗങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഒരു വചനമെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഗലാത്യർ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം. ഇതാണ് സുപ്രധാനം. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം ബലികഴിക്കരുത്. എന്ത് കാര്യം ചെയ്താലും സ്നേഹം ബലികഴിക്കരുത്. അതുപോലെ തന്നെ വിശ്വാസം ബലികഴിക്കരുത്. നമ്മൾ പ്രവർത്തനനിരതരാകണം. അലസത പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരൊറ്റ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിനി ഒരു 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1-ാമത്തെ കാര്യം ലൗകികത. ഇംഗ്ലീഷിൽ പറയും വേൾഡ്ലിനെസ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു കാര്യമാണ് വേൾഡ്ലിനെസ്സിനെ കുറിച്ച്. വിശ്വാസികളുടെ കഴുത്തറക്കുന്ന സംഹാരദൂതനാണ് ലൗകികത. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ കൃത്യതയോടെ പറഞ്ഞിരിക്കുന്നത്. അനേകം വിശ്വാസികളുടെ, ഇന്നും നമ്മുടെ സഭയിലുള്ള അനേകം വിശ്വാസികളുടെ കഴുത്തറക്കുന്ന സംഹാരദൂതനാണ് ലൗകികത. പലരും ഇതിന് ഒരുപാട് ഗൗരവം കൊടുത്തെന്ന് വരില്ല. ലോകം പോകുന്നത് പോലെ നമുക്കും പോകാം, എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നമുക്കും അങ്ങനെ ആയിക്കൂടെ. അങ്ങനെ ലൗകികതയിൽ മുങ്ങിക്കുളിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. 1 കൊറിന്തോസ് 2-ാം അധ്യായം 14-ാമത്തെ വചനം പഠിപ്പിക്കുന്നത്, ലൗകിക മനുഷ്യന് ആത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. ഭോഷത്വമായി തോന്നും. അതുകൊണ്ട് അവർ അതൊന്നും അംഗീകരിക്കില്ല. ലൗകിക മനുഷ്യർക്ക് ആത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ, ദമ്പതികൾ, പ്രായം ചെന്നവർ, ഏത് ജാതിയിൽപ്പെട്ടവരും ഏത് രാജ്യത്തുള്ളവരുമാണെങ്കിലും ലൗകികതയിൽപ്പെട്ട് കഴിയുമ്പോൾ പ്രാർത്ഥന, ആത്മീയ കാര്യങ്ങൾ, വചനം അല്ലെങ്കിൽ ശുശ്രൂഷ ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാനോ അതിലേക്ക് ഒന്നിറങ്ങിത്തിരിക്കാനോ മനസ്സ് വരാത്ത വ്യക്തികളെ കാണാൻ പറ്റും. ഒന്ന്, പ്രാർത്ഥന സ്വീകരിക്കാനോ പള്ളിയിലേക്കൊന്ന് പോകാനോ പോലും എതിർക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ലൗകികത.
ലൗകിക മനുഷ്യർക്ക് ആത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമായി തോന്നുമെന്നാണ് ദൈവവചനം പോലും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 15-16 വചനങ്ങൾ എടുത്താൽ 1 യോഹന്നാൻ 2:15-16 ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ഡു നോട്ട് ലവ് ദ വേൾഡ് ഓർ എനിത്തിങ് ഇൻ ദ വേൾഡ്. അത് ചെയ്യരുത്. ചെയ്താൽ പിതാവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെ സ്നേഹം അങ്ങനെയുള്ളവരിൽ ഉണ്ടാകില്ല. അപ്പം അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്നതിന് ചില ബാഹ്യ അടയാളങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇവ ദൈവത്തിൽ നിന്നുള്ളതല്ല, ആത്മീയ മനുഷ്യർക്ക് യോഗ്യമല്ല, യോജിച്ചതല്ല. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഭാവനയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയെല്ലാം പറയുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ അഹങ്കാരത്തിൻ്റെ ആ കൊടുമുടിയിലെത്തി നിൽക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെയുള്ളവർക്ക് ആത്മീയ കാര്യങ്ങൾ ഭോഷത്വമായി തോന്നും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം വായിച്ചാൽ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തോടുള്ള മൈത്രി ആഗ്രഹിക്കുന്നവർ ലോകത്തോട് ശത്രുത പുലർത്തണം എന്ന് പറഞ്ഞാൽ ലൗകികതയിൽ വീഴരുത്. ലോകത്തോട് ലൗകിക കാര്യങ്ങളോട് മമതയുള്ള വ്യക്തികൾ അവർ ദൈവത്തോട് അവർക്ക് ശത്രുത ഉളവാകും. അപ്പം അതുകൊണ്ട് ദൈവിക കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നു വരില്ല. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തതയോടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇന്ന് ഒരുപാട് മാധ്യമങ്ങളുടെ സ്വാധീനമൊക്കെ നല്ല രീതിയിൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാൻ മാധ്യമങ്ങൾ ഒരുപാട് സ്വാധീനിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിലെല്ലാം പെട്ട് ലൗകികതയിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത, അവയെ എതിർക്കുക പോലും ചെയ്യുന്ന വ്യക്തികളെ ഒരുപക്ഷെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ഗണത്തിൽ പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ടത് അന്യദൈവ ആരാധന. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടിവേരറക്കുന്ന പാവമാണ്. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്നും മനുഷ്യനെ വിച്ഛേദിക്കുന്ന പാപമാണ് അന്യദൈവ ആരാധന. നിയമാവർത്തന പുസ്തകം 13-6 മുതൽ വായിച്ചാൽ ദൈവത്തിൽ നിന്നും നമ്മളെ വിച്ഛേദിക്കുന്ന, ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന ഒരു കാര്യവും, ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന കാര്യമാണ് അന്യദൈവ ആരാധന. അതോ മറ്റൊരു കാര്യവും നമ്മൾ സ്വീകരിക്കരുത്. അതിന് പരിശ്രമിക്കുന്ന വ്യക്തികളെ അവരെ കൊന്നുകളയണമെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നമുക്ക് അസോസിയേഷൻ പാടില്ല. അവരിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു വിവേകം നമ്മൾ കാണിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ 33-34 അധ്യായങ്ങൾ 2-11 മുതലുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അന്യദൈവാരാധന മൂലമുണ്ടാകാവുന്ന ഡാമേജ്, നാശം അതത്ര ചെറുതല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. 33-13 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ പതിരിനെ ഗർഭം ധരിക്കും, എന്നിട്ട് വൈക്കോൽ പ്രസവിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന നാശം, ദുരിതം, നഷ്ടം, അതേക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുക. നിൻ്റെ നിശ്വാസം നിന്നെ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായി മാറും. നിൻ്റെ നിശ്വാസം, വിഗ്രഹാരാധനയിലേക്ക് പോകുന്നവന് കർത്താവ് അനുവദിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ നിശ്വാസം, നീ വിടുന്ന ശ്വാസം പോലും നിന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് അനുഭവപ്പെടുമെന്ന്. യെശയ്യാ 34 അതിൻ്റെ 11 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ജനനിബിഡമായിരുന്ന സ്ഥലം ഇപ്പോൾ കാട്ടുപൂച്ച, അതുപോലെ തന്നെ മറ്റ് കാട്ടുമൃഗങ്ങൾ വസിക്കുന്ന സ്ഥലമായിട്ട് മാറി. നമ്മുടെ
ഐശ്വര്യം നഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പം അതുകൊണ്ട് വിഗ്രഹാരാധന ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും എല്ലാ തലങ്ങളിലും നാശം വിതയ്ക്കും എന്നുള്ളത് ഏതാനും വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന നാശം. അതും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിവേരറക്കുന്ന ഭാവമാണ് അഹങ്കാരം. ഏതാനും വചനഭാഗങ്ങൾ സുഭാഷിതങ്ങൾ 16:18 വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. അപ്പം അതുകൊണ്ട് അവയിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രഭാഷകൻ 3:28 വായിച്ചാൽ അഹങ്കാരിക്ക് രക്ഷ അസാധ്യമാണ്, കാരണം തിന്മ അതുപോലെ അവനിൽ വേരുറച്ചു വളരുന്നു. അഹങ്കാരിയിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ജെറമിയ 50:31 മുതൽ വായിച്ചാൽ അവിടെ പറയാണ്, കർത്താവ് പറയാണ്, അഹങ്കാരി ഞാൻ നിനക്ക് എതിരാണ്, ഞാൻ നിനക്കെതിരാണ്. കർത്താവ് നമുക്കെതിരായാൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പം അതുകൊണ്ട് അഹങ്കാരത്തിലേക്ക് വീഴാൻ നമ്മൾ ശ്രദ്ധിക്കണം. യെശയ്യാ 22:15 മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ തലക്കെട്ട് തന്നെ ഷെബ്നായിക്ക് കർത്താവ് താക്കീത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ഞാൻ നിന്നെ പന്തുപോലെ ചുരുട്ടി ദൂരത്തേക്ക് വലിച്ചെറിയും എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ലാതായി തീരും. അങ്ങനത്തെ ഒരവസ്ഥയാണ് അഹങ്കാരികൾക്ക് ദൈവം പറഞ്ഞിരിക്കുന്നത്. എസെക്കിയേൽ 28:1 മുതൽ വായിക്കുമ്പോൾ ടൈർ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളിലാണ് അവൻ അഹങ്കരിച്ചത്, അതുമൂലം അവൻ്റെ നേരെ ഏറ്റവും ശക്തരായിട്ടുള്ള ശത്രുക്കളെ ദൈവം അയക്കുന്നതിനെക്കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. എസെക്കിയേൽ 38-4 മുതൽ വായിച്ചാൽ ഗോഗിനെതിരെ കർത്താവ് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ കടവായിൽ കൊളുത്തിട്ട് വലിക്കും. നോക്കിയാൽ അത് എന്തൊരു ഗൗരവമുള്ള പാവമാണെന്ന്. അതുകൊണ്ടല്ലേ ഇതുപോലത്തെ ശിക്ഷ അതേക്കുറിച്ച് കർത്താവ് പറയുക. വീണ്ടും നമ്മൾ യെശയ്യാ 37:29 വായിച്ചാൽ അവിടെ സെന്നക്കെരിബ്, അഹങ്കാരിയായ സെന്നക്കെരിബിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, നീ എന്നോട് കോപിക്കുകയും നിൻ്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൊളുത്ത് നിൻ്റെ മൂക്കിലും കടിഞ്ഞാൺ നിൻ്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും എന്ന് പറഞ്ഞാൽ ഈ ശിക്ഷ അത്ര ചെറുതല്ല. അപ്പം അതുകൊണ്ട് അഹങ്കാരം നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ഒന്നിലും അഹങ്കരിക്കാതെ എത്ര ഉന്നതനാണെങ്കിലും നമ്മൾ എളിമപ്പെട്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കണം. ഇതാണ് പ്രഭാഷകൻ 3:18 പറഞ്ഞിരിക്കുന്നത്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം എളിമപ്പെടുക, എങ്കിൽ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. നാലാമത്തെ കാര്യം, വ്യാജപ്രവചനം. ഇത് വളരെ ഗൗരവമുള്ള ഭാവമാണ്. നുണ പറയുന്നത് തുടങ്ങി വ്യാജപ്രവചനം വരെ നമ്മൾ കാണുന്നുണ്ട്. സക്കറിയ 13:3 മുതൽ വായിച്ചാൽ ഒരാൾ വ്യാജം പ്രവചിക്കുന്നത് കണ്ടാൽ അവനെ പ്രസവിച്ച അമ്മ വേണം എഴുന്നേറ്റ് അവനെ കുത്തിപ്പിളർക്കാൻ എന്ന് പറഞ്ഞാൽ വ്യാജപ്രവചനം എത്ര ഗൗരവമുള്ള പാവമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് നുണ പറയുന്നത്, കള്ളത്തരം കാണിക്കുന്നത്, മോഷ്ടിക്കുന്നത്, വഞ്ചന കാണിക്കുന്നത്, അങ്ങനെയുള്ളവരുടെ നാശം വലുതായിരിക്കും. സക്കറിയ 5:1 മുതൽ 4 വരെയുള്ള ആ വചനഭാഗം വെളിപ്പെടുത്തുന്നത് അതാണ്. മിക്കായുടെ പുസ്തകം 6:10 വായിച്ചാൽ തിന്മയുടെ നിക്ഷേപങ്ങളെക്കുറിച്ചും ശബ്ദമായ കള്ള അളവുകളെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. ഞാൻ അവയ്ക്ക് എതിരാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വെറുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമതായിട്ട് ദൈവദൂഷണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് സംസാരിക്കുന്ന നിരീശ്വരത്വം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ദൈവദൂഷണം, നിരീശ്വര ചിന്ത. 2 ദിനവൃത്താന്തം 32 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ദൈവദൂഷണം പറഞ്ഞ് സെന്നക്കെരിബ് അവൻ്റെ തല പോയി. വീണ്ടും 2 മക്കബായർ 15 വായിച്ചാൽ ദൈവദൂഷണം പറഞ്ഞ് നിക്കാനോർ, അവനും തല നഷ്ടമായി. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഭാവമാണ് ഈ ദൈവദൂഷണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിരീശ്വര ചിന്ത, ദൈവമില്ലെന്ന് പറയുന്ന ആരാ? വിഡ്ഢി. സങ്കീർത്തനം 14:1 അതുപോലെ തന്നെ
വെളിപാട് പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വചനം വായിച്ചാലും അക്കാര്യങ്ങളെല്ലാം ക്ലിയറാണ്. ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷന്മാരാണ്. ദൈവമില്ല എന്ന് പറയുന്നത് വിഡ്ഢികളാണ്. അടുത്ത ഗൗരവമുള്ള ഒരു പാപമാണ് കൊലപാതകം. സുഭാഷിതങ്ങൾ 28:17 വായിച്ചാൽ കൊലപാതകി ജീവിതാവസാനം വരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണം. അവനാരും ഇടം കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളെ ആരുടെയും ജീവനെടുത്ത് അങ്ങനെയുള്ള ഒരു കൊലപാതകത്തിന് പോയിട്ടില്ലായിരിക്കാം. പക്ഷേ 1 യോഹന്നാൻ 3:15 വായിച്ചാൽ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാപം ഇന്ന് ഒരുപാട് പേര് കൊണ്ട് നടക്കുന്നുണ്ട്. പ്രഭാഷകൻ 28 വായിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. 1 മുതൽ 3 വരെയുള്ള വചനഭാഗം വായിച്ചാൽ നമുക്ക് അന്യരോട് പകവെച്ച് പുലർത്തിയാൽ കർത്താവിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ക്ഷമയും കരുണയും നമുക്ക് ലഭിക്കുന്നത്. 7-ാമത്തെ കാര്യമാണ് ചൂഷണം. 1-2 വചനഭാഗം വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആമോസ് 5-ാം അധ്യായത്തിൻ്റെ 11-12 വചനങ്ങൾ, വീണ്ടും 8-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ സഹോദരങ്ങളെ ചൂഷണം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെക്കാൾ ഭേദം നിരീശ്വരവാദികളാണെന്നാണ്. അപ്പം അതുകൊണ്ട് ചൂഷണം ചെയ്യുന്നവർക്കുള്ള ആ ഒരു പണിഷ്മെൻ്റ്, ശിക്ഷ, അതെത്ര ഗൗരവമുള്ളതാണെന്ന് ഈ ആമോസ് പ്രവാചകൻ്റെ വചനഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഗൗരവമുള്ള പാപമാണ് തീറ്റിക്കുടി. അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. നിങ്ങൾ യെശയ്യാ 22, 13, 14 വചനങ്ങൾ വായിച്ചാൽ ആഹ്ലാദ തിമിർപ്പ്, ഇറച്ചി തീറ്റി, അതുപോലെ തന്നെ മദ്യം കുടി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ മരണം വരെ ഈ പാപം ഞാൻ മറക്കില്ലെന്നാണ് ആ വചനഭാഗം പഠിപ്പിക്കുക. 9-ാമത്തെ കാര്യമാണ് ആർഭാടം. മതിമറന്നുള്ള ആർഭാട ജീവിതം. ആമോസ് 3:15 മുതൽ വായിച്ചാൽ അത് കാണാൻ പറ്റും. അതുപോലെ 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ ആർഭാട ജീവിതത്തിനെതിരെ ദൈവം അവിടെ സംസാരിക്കുന്നത് കാണാൻ പറ്റും. 10-ാമത്തെ കാര്യമാണ് വ്രതമെടുത്തവരെ വീഞ്ഞു കുടിപ്പിക്കുന്നതും പ്രവാചകന്മാരെ തടസ്സപ്പെടുത്തുന്നവരും. ചിലരുടെ പണിയാണ് ശുശ്രൂഷ തടസ്സപ്പെടുത്തുക, വചനപ്രഘോഷണങ്ങൾ തടസ്സപ്പെടുത്തുക. വേറെ ചിലരുടെ പരിപാടിയാണ് വ്രതമെടുത്ത അല്ലെങ്കിൽ അങ്ങനെ ശുശ്രൂഷാ ജീവിതത്തിൽ കഴിയുന്നവരെ എങ്ങനെയെങ്കിലും വീഞ്ഞു കുടിപ്പിക്കുക, മദ്യപിപ്പിക്കുക എന്നുള്ളത്. ഇത് രണ്ടും ഗൗരവമുള്ള പാപമാണെന്ന് ആമോസ് 2:11 മുതൽ 16 വരെയും 7-ാം അധ്യായത്തിൻ്റെ 13 വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ ഈ അടിവേറക്കുന്ന ഈ പാപങ്ങളിൽ ഏതെങ്കിലും നമ്മളിലുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാം. ആ പാപം ഉപേക്ഷിക്കുവാനുള്ള തീരുമാനമെടുത്ത് അതിനുള്ള കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമ്മുടെയും കഴുത്തറക്കുന്ന ചില സംഹാരദൂതരെക്കുറിച്ചാണ് വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം ദൈവത്തോട് ആവശ്യപ്പെടാം. പാപത്തെ, പാപജീവിതത്തെ അതിനെ തീർത്തും ഉപേക്ഷിച്ച് പുണ്യജീവിതം നയിക്കുവാനുള്ള ആ കൃപയ്ക്കായി. നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 37:15 വായിക്കുമ്പോൾ സർവോപരി സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോഴും ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ദൈവ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതം അതൊരു സമരമാണ്, പോരാട്ടമാണ്. തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം, ജഡത്തിനെതിരെയുള്ള പോരാട്ടം, ഒരുപക്ഷെ പാപത്തിലേക്ക് നമ്മളെ വലിച്ചഴയ്ക്കാൻ നോക്കുന്ന വ്യക്തികൾക്കെതിരെയുള്ള അവരുടെ പരിശ്രമത്തിനെതിരെയുള്ള പോരാട്ടം. 1 പത്രോസ് 5:6 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സാത്താൻ്റെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് അലറുന്ന സിംഹത്തെ പോലെ
ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്രിസ്തീയ ജീവിതം ഒരു സമരമാണ്, യുദ്ധമാണ്. ആ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഈ കർത്താവിൻ്റെ ശക്തി നമുക്ക് വേണം, കർത്താവിൻ്റെ മാർഗനിർദ്ദേശം നമുക്ക് വേണം, കർത്താവിനോട് ചേർന്നിരിക്കാൻ നമുക്ക് പറ്റണം. ഈശോ നമ്മളെ സഹായിക്കും. എത്ര പാപത്തിൽ അധപതിച്ചവരും എഴുന്നേറ്റ് തിരിച്ചു വരാൻ സന്നദ്ധരാണെങ്കിൽ ഈ കർത്താവ് അവരെ സഹായിക്കും. ജെറമിയ 3-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ അവിശ്വസ്തത കാണിച്ചോ, നിരാശപ്പെടേണ്ട, തിരിച്ചു വരിക, തിരിച്ചു വരിക, അനുതാപത്തോടെ തിരിച്ചു വരിക, നിൻ്റെ ഐശ്വര്യം ഞാൻ പുനർസ്ഥാപിക്കാം. കർത്താവിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പാപജീവിതത്തിൽ നിന്ന് കർത്താവിങ്കിലേക്കൊന്ന് തിരിച്ചു വരാനും ഇനി മുമ്പോട്ട് ഒരു പുണ്യ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ആഗ്രഹം, തീരുമാനം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് അല്പസമയം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങളെയും ശക്തരാക്കുവാൻ കഴിവുള്ള ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവ്യകാരുണ്യമായി ഈ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയുടെ മഹത്വം കണ്ട്, അങ്ങയുടെ സ്നേഹം കണ്ട് ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈശോയിലേക്ക് നമുക്കൊന്ന് സ്നേഹത്തോടെ നോക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു പ്രാർത്ഥനയാണ്. ഈ ദൈവം സ്നേഹത്തിൻ്റെ അവതാരമാണ്. നമ്മുടെ ജീവിതം മാറേണ്ടത് ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നതിലൂടെയാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പാപത്തിൽ ജീവിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. പ്രാർത്ഥനയില്ലാത്തവർ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാത്തവർ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. അപ്പം അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത്. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പരിശ്രമവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എല്ലാം ദൈവത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന ആ വിചാരത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. ജീവിത വിജയം കർത്താവിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആ ചിന്തയിൽ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. ഒപ്പം എല്ലാം നമ്മുടെ പരിശ്രമത്തിലുമാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ അധ്വാനിക്കുന്നവരായിട്ട് മാറണം. നമ്മുടെ നല്ല തീരുമാനങ്ങളും നല്ല പരിശ്രമങ്ങളും രണ്ടും നമുക്ക് ആവശ്യമാണ്, പഴയതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതം പണിതുയർത്താൻ. നമുക്ക് ആ തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം. ഇനി നിങ്ങളുടെ എന്താവശ്യവും ഈശോയ്ക്ക് സമർപ്പിക്കുക. എന്താവശ്യവും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. യോഹന്നാൻ 15:7 ഹൃദയത്തിൽ ഉറപ്പിക്കുക, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ദൈവത്തോട് ചോദിച്ച് ആഗ്രഹത്തോടെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, അവിടുന്ന് വാഗ്ദാനം നിറവേറ്റുന്നവനാണ്, അവിടുന്ന് വചനം നിറവേറ്റുന്നവനാണ്. ഈ വചനത്തിൻ്റെ വാഗ്ദാനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് അതെല്ലാം ഏറ്റെടുക്കണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി ഉപകരിക്കുമോ ഞങ്ങൾക്കറിയില്ല, എന്നാൽ അങ്ങേക്കെല്ലാം അറിയാം. കർത്താവേ, ഞങ്ങൾക്ക് ഏറ്റവും നന്മയായി ഭവിക്കുന്നത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സാകണമേ. ഈ മക്കളുടെ മേൽ അവിടുത്തെ കരമുയർത്തണമേ. ഇവരെ ആശീർവദിക്കണമേ. ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെയും ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുത്ത് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ അലിയൂ